നമസ്കാരം, ഞാൻ ഷിബു മടവൂർ. കാർഷിക ഗ്രാമത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃക്കാർത്തിക നാളെയാണ്. അപ്പോൾ നമ്മുടെ മടവൂർ കാർഷിക കൂട്ടായ്മ നമ്മുടെ മടവൂരിലെ എല്ലാ കർഷകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിവിപുലമായിട്ടുള്ളൊരു കാർഷിക ചന്ത, തൃക്കാർത്തിക കാർഷിക ചന്ത ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ കാർത്തികയ്ക്ക് ആവശ്യമായിട്ടുള്ള ചേന, ചേമ്പ്, മരിച്ചീനി, കാച്ചില് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്കിവിടെ സുലഭമായിട്ട് നമ്മുടെ ഇവിടെയുള്ള മടവൂരിലെ കർഷകർ നമുക്കിവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നല്ല മഴയായിരുന്നു എങ്കിൽ പോലും ഇന്ന് അധികം ഒരുപാട് ആളുകൾ ഇത് സാധനം വാങ്ങാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ, ഇവിടെ സാധനം വാങ്ങാൻ വരുന്നവരടുത്തും ഒക്കെ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ ഒന്ന് ചോദിച്ചറിയാം. നമുക്ക് വിഷമടിക്കാത്ത, ഇവന് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന കരിക്ക് തൊട്ട് ബാക്കി എല്ലാ ഐറ്റംസും നമുക്ക് വാങ്ങാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരാളാണ്. എല്ലാ ഞായറാഴ്ചയും ഞാൻ വന്ന് വാങ്ങാറുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ദിവസങ്ങളിലും പഴമായാലും എന്തായാലും കുട്ടികൾക്ക് ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. നമ്മുടെ മടവൂരിൽ ഇപ്പോൾ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് പന്നിശല്യം. അപ്പോൾ ഇത്രയും വലിയൊരു പന്നിശല്യം ഉണ്ടായിട്ട് പോലും കൂവക്കിഴങ്ങ് കണ്ടോ, നമ്മുടെ കർഷകർ ഈ പന്നിശല്യത്തിനെ അതിജീവിച്ച് നല്ല രീതിയിൽ നമ്മുടെ കൂവക്കിഴങ്ങ് നല്ലപോലെ വിളയിച്ചത് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാർത്തിക ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കൂവക്കിഴങ്ങ്, അതുപോലെ തന്നെ എൻ്റെ ചേമ്പ്, നമ്മുടെ ഇവിടെയുള്ള മടവൂരിലെ കർഷകർ തന്നെ ഉൽപ്പാദിപ്പിച്ച ചേമ്പാണ് നമ്മുടെ കാർത്തിക വിപണിയിലേക്ക് നമുക്കിവിടെ എത്തിച്ചിരിക്കുന്നത്. നമുക്ക് രാവിലെ തൊട്ടേ നല്ല തിരക്കായിരുന്നു ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സാധനം അതുപോലെ തന്നെ കർഷകർ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അതാ നമ്മുടെ കാച്ചില്, നമ്മുടെ മുറഞ്ചാരി കാച്ചിൽ എന്നൊക്കെ പറയുന്ന കാച്ചില്, നല്ല ചുമന്ന കാച്ചിലുണ്ടോ. അപ്പൊ ഇത് നല്ല ആവശ്യം പോലെ ഇന്ന് രാവിലെ ഇന്നലെയൊക്കെ ആയിട്ട് നമ്മുടെ വിപണിയിലേക്ക് ആളുകൾ കൊണ്ടുവന്ന് തന്നതാണ് നമുക്ക് സെയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മടവൂരിലെ കർഷകർ. അതുപോലെ തന്നെ നനകിഴങ്ങ്. ഇപ്പോൾ ഈ പന്നിശല്യം കാരണം ആരും ഇതൊന്നും കൃഷി ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ കർഷകർ ആവശ്യം പോലെ ഇപ്പോഴും നമുക്ക് നമ്മുടെ വിപണിയിലേക്ക് സാധനങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ചേനയുണ്ട്, ഇഞ്ചി, അങ്ങനെ നാടൻ ഐറ്റംസുകളെല്ലാം നമ്മുടെ മടവൂരിലെ ആളുകൾക്ക് നല്ല വിശാലമായിട്ട് കാർത്തിക കൊണ്ടാടുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും ഇവിടെ നമ്മുടെ മടവൂർ കാർഷിക കൂട്ടായ്മയും മടവൂരിലെ കർഷകരും ഒരുക്കിയിട്ടുണ്ട്. ഒരു ചെറിയ രണ്ട് വാക്ക് പറഞ്ഞിട്ട് നമ്മളെ കാർഷിക അങ്ങോട്ട് കാർത്തികയ്ക്ക് വേണ്ടിയിട്ട് ചേനയും ചേമ്പും നനയടങ്ങും ഒക്കെ മേടിച്ച് സന്തോഷം. നമ്മുടെ മടവൂർ കാർഷിക കൂട്ടായ്മയുടെ പ്രസിഡന്റായ നമ്മുടെ സജിത്ത് മടവൂര് നമ്മോടൊപ്പം ഉണ്ട്. അപ്പൊ അദ്ദേഹം നമ്മുടെ മടവൂർ കാർഷിക കൂട്ടായ്മയുടെ വിശേഷങ്ങളെ പറ്റി രണ്ടു വാക്ക്. എന്തായാലും മടവൂരിലെ കർഷകരുടെ കിഴങ്ങ് വർഗ്ഗങ്ങൾ എല്ലാം നമുക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നമ്മുടെ മടവൂരിലെ കാർത്തിക അടിപൊളിയാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് എന്നതിൽ മടവൂർ കാർഷിക കൂട്ടായ്മയ്ക്കും അവൻ്റെ പ്രവർത്തകർക്കും എല്ലാം വളരെ സന്തോഷമാണ്. ഇന്ന് രാവിലെ മുതൽ നല്ല തിരക്കാണ്. നാളെയാണ് തൃക്കാർത്തിക. അപ്പോൾ എല്ലാ നമ്മുടെ മടവൂർ നിവാസികൾക്കും തൃക്കാർത്തിക. അപ്പൊ നമ്മുടെ കടയിലെ മടവൂർ കാർഷിക കൂട്ടായ്മയുടെ നമ്മുടെ സന്തോഷ്, നമ്മുടെ ഇന്നത്തെ തിരക്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ സന്തോഷ് പറയുന്നതാണ്. രാവിലെ തൊട്ട് നല്ല മഴയാണെങ്കിലും തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. കച്ചവടം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതേപോലെ നല്ല മഴയാണ്, എന്നാലും ഇവിടെ നല്ല തിരക്കുണ്ട്. ഇവിടുത്തെ നാട്ടുകാരാണ് ഈ കൃഷി സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. അതൊക്കെ നല്ല ചിലവുമുണ്ട് ഇവിടെ. ഈ കർഷക വിപണിയിൽ ഞാൻ സ്ഥിരമായിട്ട് സാധനം നൽകുന്ന ഒരു വ്യക്തിയാണ്. അതിൽ എനിക്ക് മാന്യമായ വിലയിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പം നല്ല രീതിയിൽ കൃഷി ചെയ്യാനും സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കാനും ഉള്ളൊരു മനസ്സും തോന്നുന്നുണ്ട്. അതിനെല്ലാം കാരണം ഈ വിപണി തന്നെയാണ്. അത് നല്ലൊരു സംരംഭമാണ്. തുടർന്നും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ തൃക്കാർത്തികയ്ക്ക് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് കരിക്ക്. അപ്പൊ നമ്മുടെ മടവൂർ കാർഷിക കൂട്ടായ്മ ഇന്ന് നമ്മളെ കരിക്കും നമ്മൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ നല്ല രീതിയിൽ കരിക്കും നമുക്ക് ചെലവാകുന്നുണ്ട്. ഈ കർഷക വിപണിയിൽ ഞാൻ സ്ഥിരമായിട്ട് സാധനം നൽകുന്ന ഒരു വ്യക്തിയാണ്. അതിൽ എനിക്ക് മാന്യമായ വിലയിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പം നല്ല രീതിയിൽ കൃഷി ചെയ്യാനും സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കാനും ഉള്ളൊരു മനസ്സും തോന്നുന്നുണ്ട്. അതിനെല്ലാം കാരണം ഈ വിപണി തന്നെയാണ്. അത് നല്ലൊരു സംരംഭമാണ്. തുടർന്നും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.
നമ്മുടെ ഈ മഴയത്തും നമുക്ക് നല്ല രീതിയിലൊരു കാർഷിക വിപണി കാർത്തിക വിപണി നമുക്ക് സജ്ജീകരിക്കാൻ പറ്റിയാൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ മടവൂർ കാർഷിക കൂട്ടായ്മയുടെ പേരിൽ എല്ലാവർക്കും കാർത്തിക ആശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.